ഇന്നലെ ഇവർ പറക്കിയെടുത്തത് തന്നെ ഈ ഇവിടെ കടത്തുകാരനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് എടുത്തത്. ഇവരെ ഒരു പ്രദർശനമല്ലേ കാണിച്ചത്. അങ്ങനെയാണെങ്കിൽ മൊത്തം എടുത്ത് മാറ്റണ്ടേ? ഇതുവരെ ഈ വേസ്റ്റ് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ഡീപ്പായിട്ടുള്ള സ്ഥലമാണിത്. ഒരു 10-15 പേര് നിന്നാൽ പോലും നിലയ്ക്കാത്ത സ്ഥലമാണിത്. നമസ്കാരം, ഇത് പനവേലി കടവാണ്. നമ്മുടെ പൂവമ്പാറ അടുത്തുള്ള പനവേലി കടവാണ്. വാനൂർ നദിയുടെ ഒരു കടവ് കൂടിയാണ്. ഇന്നലെ ഇവിടെ ചില നാടകീയ സംഭവങ്ങൾ നടന്നു. ഇവിടെ വേസ്റ്റ് മാലിന്യവും അതുപോലെ മുളയൊക്കെ അടിഞ്ഞ് ഒരു തുരുത്ത് പോലെ രൂപപ്പെട്ടായിരുന്നു. ഇവിടെ നിന്ന് 200 മീറ്റർ മുകളിൽ നിന്നാണ് ഈ ആറ്റിങ്ങൽ നഗരത്തേക്ക് മാത്രമല്ല തിരുവനന്തപുരത്തിൻ്റെ പകുതി ഭാഗത്തേക്കുള്ള വെള്ളം പമ്പ് ചെയ്യുന്ന പമ്പ് ഹൗസ് ഇവിടെ നിന്ന് 200 മീറ്റർ അപ്പുറത്തേക്കാണ്. ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ കുറച്ച് മാലിന്യം നീക്കം ചെയ്തു. തുടർന്ന് ഹരിതകർമ്മസേനയുടെ വണ്ടിയിൽ കയറ്റി വിട്ടു. പക്ഷേ നഗരസഭ അത് റിജക്റ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് നാടകീയ സംഭവങ്ങൾക്ക് ഇന്നലെ വേദിയായ സ്ഥലം കൂടിയാണിത്. ഇന്ന് നമ്മോടൊപ്പം BJPയുടെ ഈ വാർഡിൻ്റെ കൗൺസിൽ കൂടിയായ ജീവൻലാൽ ചേട്ടനുണ്ട്. ഈ വിഷയത്തെപ്പറ്റി ജീവൻ ചേട്ടൻ ഇപ്പോൾ സംസാരിക്കുകയാണ്. ചേട്ടാ, ഇന്നലെ സംഭവങ്ങൾ അറിഞ്ഞല്ലോ, എന്താണ് അതിൻ്റെ ചേട്ടൻ എന്താ പറയുക? 2.5 മാസക്കാലം കൂടുതലായി ആദ്യം ഒരു തുരുത്ത് കണക്ക് വന്ന് മുള ഒരു ഭാഗത്തുനിന്ന് പൊട്ടി മണ്ണോടുകൂടി പൊട്ടി ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു. അതിനുശേഷം 2 മലവെള്ളം വന്നിട്ടുണ്ടായിരുന്നു. മലയ്ക്ക് മഴ പെയ്തപ്പോഴത്തേക്ക് 2 മലവെള്ളം വന്നു. ആ സമയത്താണ് കുറച്ച് മുളം കൂട്ടം വേറെ വന്ന് അടിഞ്ഞുകൂടിയതിന് ശേഷം മുകൾ ഭാഗത്തു നിന്നുള്ള വേസ്റ്റുകളെല്ലാം കൂടെ ഇവിടെ വന്നടിഞ്ഞു. അപ്പം ഇവിടുത്തെ നമ്മുടെ കടത്തുകാരൻ എൻ്റെ അവിടെ പറഞ്ഞു, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എത്രയും പെട്ടെന്ന് നമുക്കത് അധികൃതരെ അറിയിക്കണം എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്ത്, ഞാൻ നഗരസഭയ്ക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ലെറ്റർ കൊടുത്തിട്ട് അവർ വന്ന് നോക്കി. അപ്പോൾ വെള്ളം കൂടി കിടക്കുകയാണ്. അവർ വന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു, ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല, കാര്യം എന്ന് പറഞ്ഞാൽ ഡീപ്പായിട്ടുള്ള സ്ഥലമാണ്. ഇത് എന്തെങ്കിലും നമ്മൾ ആരെങ്കിലും വർക്കേഴ്സിന് വെച്ച് കഴിഞ്ഞാൽ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നമുക്ക് അത് മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോർവേഡ് ചെയ്യാം. ഇന്ന് തന്നെ ഫോർവേഡ് ചെയ്യാമെന്ന് പറഞ്ഞ് അന്ന് ഫോർവേഡ് ചെയ്തിട്ട് മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിന് ഗൗരവം കൊടുത്തിട്ടില്ലായിരുന്നു. അതിനുശേഷം ഒരാഴ്ച എത്തുമ്പോഴത്തേക്ക് ഞാൻ ചെന്ന് ചോദിച്ചു, എന്തായി നടപടിക്രമങ്ങൾ, നിങ്ങൾ എന്താണ് ഇത് ചെയ്യാൻ പോകുന്നത്? അപ്പോഴും ഈ മുളംകൂട്ടം മാത്രമേ വന്നു നിന്നിട്ടുള്ളൂ, പ്ലാസ്റ്റിക് മാലിന്യം വന്നില്ല. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ജൈവമാലിന്യങ്ങളും എല്ലാം എന്തോ തുറന്നു വിട്ടത് കണക്ക് ഇങ്ങ് വരികയാണ് ചെയ്തത്. ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നും കൂടെ പോയി സംസാരിച്ചു, എന്താണ് നിങ്ങൾ നടപടിയെടുക്കാൻ പോകുന്നത്? അപ്പോൾ പറഞ്ഞു, നമുക്കൊന്ന് ആലോചിക്കണം, വരണം. ഞാൻ അന്ന് ആളുകളോടെ പറഞ്ഞിട്ട്, നമ്മുടെ പ്രവർത്തകരോടെ പറഞ്ഞിട്ട് അതിൻ്റെ പിറ്റേന്ന് രാവിലെ ഞാൻ അവിടെ ഇരുന്ന് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ആളുകളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. സമരം ഉപരോധം തന്നെ നടത്തി. നമ്മൾ ഉച്ചവരെ ഉണ്ടായിരുന്നു. അതിൻ്റെ പടമാണ് അതുകൊണ്ട് കാണുന്നത്. അന്ന് തന്നെ ഒരു 25,000 രൂപ AXE മുഖാന്തരം, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഖാന്തരം നമ്മളത് പാസ്സാക്കിയെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, എന്തായിരുന്നാലും നമുക്ക് കുറച്ച് കോൺട്രാക്ടർമാരെ സംസാരിച്ചിട്ട് ഇത് നീക്കം ചെയ്യാനുള്ള സംവിധാനം ചെയ്യാം. അവർ ഒരു 6 കോൺട്രാക്ടർമാരെ കൊണ്ടുവന്നു. ഞാനും പോയി ഒരു 5 പേരെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള കോൺട്രാക്ടർ സർക്കാർ സംവിധാനത്തിലുള്ള കോൺട്രാക്ടർമാരെ കൊണ്ടുവന്നതിന് ശേഷം അവരൊന്നും അംഗീകരിക്കുന്നില്ല. കാരണം 25,000 രൂപ പ്രാപ്തമല്ല. അംഗീകരിക്കാത്തത് കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ AXEയുമായിട്ട് സംസാരിച്ചാൽ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു 2.5 ലക്ഷം രൂപ അത് അംഗീകരിച്ച് തരാനുള്ള സംവിധാനം ചെയ്യാം. കൗൺസിൽ ചെയ്യാനുള്ളത് MLAയോട് ഒരു ലെറ്റർ വാങ്ങണം, നമ്മുടെ ചെയർപേഴ്സൻ്റെ ലെറ്ററുമാണ്, കൗൺസിലറുടെ ഒരു ലെറ്ററും കൂടെ കൊടുത്തുകൊണ്ട് അത് അംഗീകരിക്കാനുള്ള സംവിധാനം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് അംഗീകരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലെറ്റർ MLAയ്ക്കും കൊടുത്തു, ചെയർപേഴ്സണും കൊടുത്തു, എൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും ഞാൻ ലെറ്റർ കൊടുത്തു കഴിഞ്ഞിട്ട് മെനങ്ങാന്ന് ടെൻഡർ വെച്ച് ഈ കാര്യം അറിഞ്ഞുകൊണ്ട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസ്സിലുള്ള പ്രവർത്തകർ ഈ ഒരു പ്രഹസനം കാണിക്കേണ്ട ആവശ്യം എന്താണ്? ഇതൊരു വലിയൊരു പ്രഹസനമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇത്ര മാത്രമല്ല, ഇതിന് 10 ഇരട്ടി സാധനം അവിടെ കിടപ്പുണ്ട്. ഇവർ ഇലക്ഷൻ സംബന്ധിച്ചിട്ട് വാർത്താ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രവർത്തനം കാണിക്കേണ്ട ഒരു ആവശ്യമുള്ള കാര്യമില്ല. സർക്കാർ സംവിധാനത്തിൽ അവർ ടെൻഡർ ചെയ്തു കഴിഞ്ഞു. 2 ലക്ഷം രൂപ സർക്കാർ സംവിധാനത്തിൽ ഏത് കോൺട്രാക്ടറും ആയിക്കോട്ടെ അവർ വന്ന് അത് എടുക്കാനുള്ള സംവിധാനം ചെയ്തു. പക്ഷേ ഇത് ഇത്ര മാത്രമല്ല, വളംകൂട്ടങ്ങൾ ഒരുപാടുണ്ട്. അവരിന്നലെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അടിയന്തര പ്രശ്നമാണ്. കാരണം വെച്ചാൽ ഒരു വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾക്ക് കുടിക്കുന്ന വെള്ളമാണ്. ഇതൊരു ചർച്ച നടത്തി ടെൻഡർ പാസ്സാക്കി അങ്ങനെ വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട്. അങ്ങനെയാണ് അവർ അത് അടിയന്തരമായിട്ട് ചെയ്യാനുള്ള കാര്യമാണ്. അത്
നമ്മുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും ഒന്ന് നോക്കിയതാണ്. പക്ഷേ അവരെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് അവർ മാറിയത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ വലിയൊരു മുളം കൂട്ടം അവിടെ ഉണ്ട്. അത് വെട്ടി മാറ്റിയാൽ മാത്രമേ ഇത് മൊത്തത്തിൽ ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ. അത് മാറ്റി ഇത് വേസ്റ്റുകളെല്ലാം എടുത്ത് മാറ്റി അത് നഗരസഭയിലോ വേറെ എവിടെയെങ്കിലും ഡംപ് ചെയ്യാനുള്ള സംവിധാനം അവർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു കോൺട്രാക്ടർ നമ്മൾ സമീപിച്ചത്. ഒരു പാർട്ടി പ്രവർത്തകരാണെങ്കിൽ നമുക്കിത് പൈസ മുടക്കിയിട്ട് നമുക്ക് ചെയ്തുകൂടെ? കാരണം ഇത് ഡംപ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയെടുക്കണം, അതാണ് പ്രധാനം. പക്ഷേ ഇത് അലക്ഷ്യമായിട്ട് പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് എന്താ ഉപയോഗം? ഹരിതകർമ്മസേനയുടെ വണ്ടിയിൽ കയറ്റി വിട്ടതാണ്. ഹരിതകർമ്മസേനയെ കൊണ്ട് കയറ്റിവിടാൻ നഗരസഭ അറിഞ്ഞിട്ടില്ല, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അറിഞ്ഞിട്ടില്ല, കൗൺസിൽ അറിഞ്ഞിട്ടില്ല, വേറെ ഒരു സംവിധാനവും അറിഞ്ഞിട്ടില്ല. അവർ കാര്യം പ്രവർത്തകരായിട്ട് ചിലപ്പോൾ ഹരിതകർമ്മസേനയിൽ പ്രവർത്തകരായിട്ട് കോൺഗ്രസിലെ അനുഭാവികളുണ്ടാവാം, അവരെ ഭീഷണിപ്പെടുത്തി. ഇന്നലെ ഇവർ പറക്കിയെടുത്തത് തന്നെ ഈ ഇവിടെ കടത്തുകാരനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് എടുത്തത്. കടത്തുകാരൻ സർക്കാർ നഗരസഭയാണ് പൈസ കൊടുക്കുന്നത്. കടത്തുകാരനെ പിടിച്ച് നിർത്തിയിട്ട് എന്തിനായി വേസ്റ്റ് എടുക്കാനുള്ള ഇത് ചെയ്തത്? അവർ നിർബന്ധിച്ചാണ് ഇവരെ ചെയ്യിപ്പിച്ചത്. അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതിന് നഗരസഭയുണ്ട്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, അതിന് സർക്കാർ സംവിധാനങ്ങളുണ്ട്. പാർട്ടി സംവിധാനത്തിൽ ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ അതിന് അപകടത്തിൻ്റെ വ്യാപ്തി അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആണ് ചെയ്യാനുള്ളത്. കാര്യം എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്തം അവർ ഏൽക്കേണ്ടി വരും. അതുമാത്രമല്ല, പൂർണ്ണമായിട്ട് എടുത്തു മാറ്റണം. ശാശ്വത പരിഹാരം ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിച്ചത്. അതിന് ശാശ്വതമായിട്ട് പരിഹാരം ഉണ്ടാവുന്നത് വരെ നമ്മൾ സമരങ്ങൾ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇവർ ഈ പ്രഹസനം കാണിക്കുന്നത് എന്തിനാണ്? ഇലക്ഷൻ്റെ കാര്യം മാത്രം കണ്ടുകൊണ്ട് ഒരു പത്രപ്രവർത്തനത്തിൻ്റെ വേണ്ടിയിട്ട് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് മാത്രമേ വാർത്താ പ്രാധാന്യം നടത്തിക്കൊണ്ട് എന്താ ചെയ്യുന്നത്? ഇവർ ഒരു പ്രഹസനമല്ലേ കാണിച്ചത്? അങ്ങനെയാണെങ്കിൽ മൊത്തം എടുത്ത് മാറ്റണ്ടേ? അവരെടുത്ത് മാറ്റിയിട്ടില്ല. അത് എന്താണ് അടുത്ത നടപടി നഗരസഭയുടെ ഭാഗത്തുനിന്ന്? നഗരസഭ അല്ല, ഇറിഗേഷൻ ആണ് ചെയ്യാനുള്ളത്. ഇറിഗേഷൻ ആ ടെൻഡർ കൊടുത്തിട്ടുണ്ട്. ഈ അവധി കഴിഞ്ഞ ഉടനെ അവർ ടെൻഡർ എടുക്കും. ഏതെങ്കിലും കോൺട്രാക്ടർമാർ ചിലപ്പോൾ തിരുവനന്തപുരത്തുള്ളവർ അതുവരെ ഈ വേസ്റ്റ് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇത് ശരി തന്നെയാണ്. ഇത് അവിടെ നിന്ന് തന്നെയാണ്, മോൾ ഭാഗത്തു നിന്ന് തന്നെയാണ് ഈ വേസ്റ്റ് വന്നു കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഡീപ്പായിട്ടുള്ള സ്ഥലമാണിത്. ഒരു 10-15 പേര് നിന്നാൽ പോലും നിലയ്ക്കാത്ത സ്ഥലമാണിത്. സാധാരണക്കാരനെ കൊണ്ട്, അത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള വ്യക്തികളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കാനുള്ളത്. സാധാരണക്കാരന് ചെയ്യാൻ പറ്റില്ല. ഇത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ആർക്കൊരു ഉത്തരവാദിത്തം എടുക്കാൻ പറ്റില്ല. പണം സമാഹരിക്കാം, പക്ഷേ ഒരു ജീവൻ നഷ്ടപ്പെട്ടാലോ? അതൊരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ശരി. ഏതായാലും ഇന്നലെ പനവേലി കടവിൽ നടന്ന നാടകീയ സംഭവങ്ങളെക്കുറിച്ച് ഞങ്ങളോട് പ്രതികരിച്ചത് ഇവിടുത്തെ വാർഡ് കൗൺസിലർ കൂടി അജീവൻലാൽ ഇടനാണ്. എന്തായാലും ഈ ഒരു തുരുത്തിന് അല്ലെങ്കിൽ ഈ മാലിന്യം അടിയുന്നതിൻ്റെ ശാശ്വതമായ പരിഹാരം കൂടിയേ തീരുക്കണം. ഒരുപാട് ജനങ്ങളിലേക്ക് എത്തുന്ന വെള്ളം കൂടിയാണ്. അത് ജനങ്ങളുടെ ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ്. അമിയോ പോലുള്ള സംഭവങ്ങളൊക്കെ, വൈറസൊക്കെ ഇങ്ങനെ പടർന്ന് കൊണ്ടിരുന്ന സമയമാണ്. സർക്കാർ തന്നെയാണ് പറയുന്നത് ഈ മാലിന്യം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കരുത്, ഇറങ്ങരുത്, വായിൽ കൂടിയാണ് അമീബ നമ്മുടെ ശരീരത്തിൽ കയറുന്നതും തലച്ചോറിനെ തിന്ന് നശിപ്പിക്കുന്നതും. ഇതൊക്കെ അവയർനെസ് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. ആ സമയത്താണ് സർക്കാരിൻ്റെ കൺമുന്നിൽ തന്നെ ഇത്രയും വെള്ളം ഇവിടെ കെട്ടിക്കിടന്ന് മലിനജലം കെട്ടിക്കിടക്കുന്നത്. ശാശ്വതമായ പരിഹാരം ഉണ്ടായേ തീരും. വിസ്മയനുസിനുവേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീത്ത് മാരാർ സൈനിങ് ഓഫ്.